ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മുടെ HDFC ബാങ്കിന്റെ സൈഡിൽ നമുക്ക് 2 ലെറ്റർ വന്നിട്ടുണ്ട്. ഇൻലൈൻ ലെറ്റർ ആണ് വന്നിരിക്കുന്നത്. അതായത് ഞാൻ റീസെന്റ് കുറച്ച് ദിവസം മുമ്പ് നമ്മൾക്ക് HDFC ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് എങ്ങനെ ക്ലോസ് ചെയ്യാന്നൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ഇട്ടുണ്ട്. നിങ്ങൾക്ക് അവരുടെ HDFC ബാങ്കിന്റെ ആപ്പിൽ പോയി തന്നെ ക്ലോസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അവർക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ട്, HDFC ബാങ്ക് മൈ കാർഡ്സ് ആയിട്ട്. അപ്പോൾ അതിൽ കൂടെ തന്നെ നമുക്ക് സുഖമായിട്ട് ക്ലോസ് റിക്വസ്റ്റ് കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഡ്യൂ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ ഒരു 1 വീക്ക് ടു 2 വീക്കിനുള്ളിൽ തന്നെ നമുക്ക് ഇതുപോലെ ലെറ്റർ വരും. അപ്പോൾ ഞാൻ ലെറ്റർ കാണിച്ചു തരാം. ഞാൻ അപ്പുറത്തെ സൈഡ് കാണിക്കുന്നില്ല, എന്നാലും അതിൻ്റെ അഡ്രസ്സും സംഭവങ്ങളൊക്കെ കയ്യിൽ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻലൈൻ ലെറ്റർ വരും. ഞാൻ വേണമെങ്കിൽ ഞാൻ ഒരെണ്ണം എൻ്റെ 2 കാർഡ് ഞാൻ ക്ലോസ് ചെയ്തു. എന്ന് വെച്ചാൽ ഞാൻ ഒരു UPI കാർഡും ക്ലോസ് ചെയ്തു, ഒരു സ്വിഗ്ഗി HDFC കാർഡും ക്ലോസ് ചെയ്തു. എന്ന് വെച്ചാൽ നമുക്കത് ഫ്രീ കാർഡ് ആയിരുന്നില്ല, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ക്ലോസ് ചെയ്ത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം അതിൽ കുറേ കാർഡുകളുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഫ്രീ കാർഡ് അല്ലാത്ത കാർഡുകളൊക്കെ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ ഞാൻ കുറേ കാർഡുകൾ നമ്മൾ വീഡിയോ പർപ്പസിന് എടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറേ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അഡ്രസ്സും സംഭവങ്ങളൊക്കെ ഉണ്ടോ. HDFC ബാങ്കിൻ്റെ സൈഡിൽ നിന്ന് വന്നിരിക്കുന്ന മെസ്സേജാണ്. അപ്പോൾ ഇരിക്കുന്നതാണ്, ദിസ് ഇസ് വിത്ത് യുവർ റെഫറൻസ് ടു യുവർ റിക്വസ്റ്റ് സീക്കിംഗ് ക്ലോഷർ ഓഫ് യുവർ HDFC ബാങ്ക് ക്രെഡിറ്റ് കാർഡ് എൻഡിങ് ഡാഷ് വി വിഷ് ടു ഇൻഫോം ചെയ്താൽ ക്ലോസിംഗ് റിക്വസ്റ്റ് ഇസ് പ്രോസർ എന്നാണ്. ഇത് ഓൾറെഡി എനിക്ക് ഇമെയിൽ വന്നാണ് കേട്ടോ. അപ്പോൾ പക്ഷേ അവർ ഒരു ഇൻലൈൻ ലെറ്റർ കൊണ്ട് അയക്കുന്നത് മാത്രം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് സുഖമായിട്ട് HDFC ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡൊക്കെ ഇപ്പോൾ ക്ലോസ് ചെയ്യാൻ പറ്റും. സുഖമാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടി വേണമെങ്കിൽ പറയാം, നമ്മുടെ HDFC ബാങ്കിൻ്റെ മൈ കാർഡ്സ് എന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ നമ്പർ വെച്ചിട്ട് ലോഗിൻ ചെയ്യാൻ പറയും. ഞാൻ വേറെ സ്ക്രീൻഷോട്ട് സംഭവം കൊടുക്കാം. അതിൽ നിങ്ങളുടെ ഫസ്റ്റ് ടൈം ആണെങ്കിൽ നിങ്ങളുടെ കാർഡ് ആഡ് ചെയ്യാൻ പറയും. നമ്മുടെ കാർഡിൻ്റെ ലാസ്റ്റ് 6 ഡിജിറ്റും അതുപോലെ ഡീറ്റെയിൽസും വെച്ചിട്ട് ആഡ് ചെയ്യാൻ പറയും. അതിനുശേഷം നിങ്ങളുടെ കാർഡ് ഡീറ്റെയിൽസ് സംഭവം കാണാം. നമ്മുടെ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ആപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആപ്പല്ല, ഒരു വെബ്സൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ നമുക്ക് ക്ലോസ് റിക്വസ്റ്റ് അങ്ങനെ കുറേ സംഭവങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ HDFC ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് മാനേജ് ചെയ്യാൻ പറ്റിയ വെബ്സൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. HDFC ബാങ്കിൻ്റെ മൈ കാർഡ് എന്ന് പറയുന്നത് ആപ്പില്ല എന്നൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. എന്താണ് ഒരു ആപ്പ് ഇറക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. എന്ന് വെച്ചാൽ വേറെ മൊബൈൽ ബാങ്കിങ്ങിൻ്റെ ആപ്പിൽ ശരിക്കും നമ്മുടെ HDFC ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡൊക്കെ കാണാം. പക്ഷേ അതിൽ എല്ലാ ഫീച്ചേഴ്സും സംഭവങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഭയങ്കര പാടാണ് മാനേജ് ചെയ്യാനൊക്കെ കമ്പാരിറ്റീവ്ലി വേറെ ക്രെഡിറ്റ് കാർഡ്സ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഒരു ആപ്പ് ഇറക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഈസി ആയിട്ട് HDFC ബാങ്കിൻ്റെ കാർഡ് ക്ലോസ് ചെയ്യാൻ പറ്റൂട്ടാ. ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ വെബ്സൈറ്റ് സെർച്ച് ചെയ്താൽ മതി. അതിൽ നിങ്ങൾക്ക് ഇതുപോലെ എല്ലാ ഡീറ്റെയിൽസും കാണാൻ പറ്റൂട്ടാ. അപ്പോൾ ഇതുപോലെ ഞാൻ പറഞ്ഞാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ക്ലോസ് റിക്വസ്റ്റ് സംഭവം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ NOC എന്ന് വേണമെങ്കിൽ കണക്കാക്കാം. ശരിക്കും NOC എന്ന് പറയുമ്പോൾ നമുക്കിതിൽ നിങ്ങൾക്ക് ലൈബിൾ നിങ്ങൾക്ക് ലോൺ എമൗണ്ട് ഒന്നും ബാക്കിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആക്ച്വലി ലെറ്റർ വരുന്നത്. പക്ഷേ ഇതായാലും നമുക്ക് ഇതെങ്ങനെയായാലും നമുക്ക് അത് വേണമെങ്കിൽ NOC കണക്കാക്കാം. NOC എന്ന് പറയുമ്പോൾ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ആണ്. ഇമെയിലും വരും. നോർമലി ഞാൻ ലെറ്റർ വരുന്ന പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ HDFC ബാങ്കിൻ്റെ IDFC ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്തതിൻ്റെ ഒരു ലെറ്റർ വന്നതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കാണാത്തവർ പോയി കണ്ടുനോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ക്ലോസ് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എന്തായാലും സംശയങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതിയിട്ട്. നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. നമ്മുടെ 2 ചാനലും കാണാത്തവർ പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ താഴെ ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ അവൈലബിൾ ആണ്. പേജ് ഫോളോ അടിക്കാത്തവർ പോയി ഫോളോ അടിക്കുക. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാം പറഞ്ഞു വിചാരിക്കുന്നു. അടുത്ത കാണാം. ബൈ.